സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ അനിശ്ചിതകാല ഒ.പി. ബഹിഷ്കരണ സമരത്തിൽ വലഞ്ഞ രോഗികൾ. സമരത്തെക്കുറിച്ച് അറിയാതെ എത്തിയ രോഗികൾ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഇല്ല എന്നറിഞ്ഞതോടെ പ്രതിസന്ധിയിലായി. തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല അക്കാദമിക് ബഹിഷ്കരണവും KGM-CTA പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, കൃത്യമായി നിയമനം നടത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KGM-CTA നേതൃത്വത്തിൽ സമരം ആരംഭിച്ചത്. സമരം നേരത്തെ പ്രഖ്യാപിച്ചതാണെങ്കിലും ഇക്കാര്യം അറിയാതെ മെഡിക്കൽ കോളേജുകളിലെത്തിയ രോഗികൾ വലഞ്ഞു. ഞങ്ങളെല്ലാം 2 ആഴ്ച മുന്നേ ബുക്ക് ചെയ്താണ്, ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നത്. ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ സമരമാണെന്നുള്ള അറിയുന്നത്. ഇപ്പം എന്താ ചെയ്യാന്നുള്ള അറിയില്ല. തീരെ സുഖമില്ല, കാല് നടക്കാനാവുന്നില്ല. ഞങ്ങൾ 4 മണിക്കാണോ പുലർച്ചെ 4 മണിക്കാണ് സമരമുള്ള കാര്യം ഡോക്ടർമാരെല്ലാവരും പുറത്തൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് വന്നത്. വിവിധ ചർച്ചകൾ നടത്തിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടാകാത്തതിനാൽ സമരം ശക്തമായി തുടരാനാണ് സംഘടനയുടെ തീരുമാനം. പേർവിഷൻ അരിയറിന്റെ കാര്യത്തിൽ ഇതുവരെ ഞങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടിയിട്ടില്ല. അതിന് കുറച്ച് ലീഗൽ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം അതിൽ തീരുമാനം എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിനെ തുടർന്ന് ഞങ്ങൾ സമരം മാറ്റിവെക്കുകയുണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഒ.പി. ബോയ്ക്കോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമരം തുടരുമ്പോഴും അത്യാഹിത വിഭാഗം, ലേബർ റൂം, ICU, കിടത്തി ചികിത്സ, അടിയന്തര ശസ്ത്രക്രിയകൾ, പോസ്റ്റ്മോർട്ടം എന്നീ സേവനങ്ങൾ മുടക്കില്ല. ഫെബ്രുവരി 25 മുതൽ യൂണിവേഴ്സിറ്റി പരീക്ഷാ ജോലികളും അനുബന്ധ പ്രവർത്തനങ്ങളും ബഹിഷ്കരിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.